ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന അതിശക്തരായിട്ടുള്ള രണ്ട് മനുഷ്യർ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഒരേ മുറിയിൽ ഫേസ് ടു ഫേസ് ആയിരുന്ന ചർച്ച നടത്താൻ പോവുകയാണ്. ഈ 4 കാര്യങ്ങളാണ് ഈ ഒരു മീറ്റിംഗിനെ ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷയുള്ള ചർച്ചയാക്കി മാറ്റുന്നത്. നമ്പർ 1, ഒരു മുറിയിൽ ഉണ്ടാവുക 24 അമേരിക്കൻ സീക്രട്ട് സർവീസ് ഏജന്റുമാരാണ്. ഹെൽമറ്റ് ക്യാമറകളും ഇയർ കോംസും ഡ്രോൺ കൺട്രോൾ യൂണിറ്റുകളും ഓരോ സെക്കൻഡിലും അലർട്ട് ആയിരിക്കും. ഇനി റഷ്യൻ സൈഡിലാകട്ടെ പുടിന്റെ 15ഓളം വരുന്ന ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള സ്നൈപ്പർമാരും ഇൻവിസിബിൾ ആയിട്ടുള്ള ലേസർ സിസ്റ്റങ്ങളും ബോഡി ഹീറ്റ് ഡിറ്റക്ടേഴ്സും. ഇതെല്ലാം ഈ ഒരു മീറ്റിംഗിനെ അത്രമാത്രം സുരക്ഷയുള്ളതാക്കി മാറ്റുന്നു. നമ്പർ 2, പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആക്രമിക്കാൻ പാകത്തിന് 40,000 അടി ഉയരത്തിൽ അമേരിക്കയുടെ നിശബ്ദനായ കൊലയാളി വിമാനം B-2 ബോംബറും പറന്നു നടക്കുന്നുണ്ട്. നമ്പർ 3, മീറ്റിംഗ് നടക്കുന്ന മുറിയിലെ ടേബിളിനടിയിൽ ഒരു ഹിഡൻ പാനിക് ബട്ടൺ ഉണ്ട്. പെട്ടെന്ന് അത് അമർത്തി കഴിഞ്ഞാൽ 30 സെക്കൻഡിനുള്ളിൽ ഒരു സ്റ്റീൽ ചേംബർ ആക്ടിവേറ്റ് ആയി വരുന്നു. ബാലിസ്റ്റിക് ആക്രമണങ്ങളെ പോലും തടുക്കാൻ കഴിയുന്ന ഒരു സ്റ്റീലിന്റെ കൂടാരം. നമ്പർ 4, ദ ഹാൻഡ് ഷേക്ക് ട്രാപ്പ്. ട്രംപും പുടിനും തമ്മിൽ 15 സെക്കൻഡിൽ കൂടുതൽ ഹാൻഡ് ഷേക്ക് നടത്തി കഴിഞ്ഞാൽ അവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഹിഡൻ ബയോമെട്രിക് സ്കാനർ ആക്ടിവേറ്റ് ആവുന്നു. പ്രസിഡന്റുമാരുടെ ഹാർട്ട് ബീറ്റ്, സ്ട്രെസ് ലെവല്, മുഖത്തെ തീരെ ചെറുതായിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ് പോലും സെക്കൻഡുകൾ കൊണ്ട് ഇത് അളക്കുന്നു. റഷ്യയുടെയും അമേരിക്കയുടെ കമാൻഡ് സെന്ററുകളിലേക്ക് ഈ ഒരു ഡാറ്റ കൈമാറ്റം ചെയ്യപ്പെടുന്നു. എന്തായാലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഇതിന്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. സിറ്റുവേഷൻസ് ഇത്ര കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രസിഡന്റ് ലോകത്ത് വേറെ ഉണ്ടാവില്ല. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ചർച്ചയിൽ ആരായിരിക്കും ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട.